ഞാനിപ്പോൾ ഉള്ളത് ഇരിങ്ങോൾ കാവിലാണ്. 50 ഏക്കർ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാവും ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇരിങ്ങോൾ കാവിൽ എത്തിച്ചേരാം. വനത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ദുർഗാക്ഷേത്രമാണ് ഈ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 2000-ലധികം പഴക്കമുള്ള ഈ കാവിൻ്റെ ഐതിഹ്യവും ആചാരവും ഏറെ വ്യത്യസ്തത നിറഞ്ഞതാണ്. ഈ കാടും പച്ചപ്പും നമുക്ക് നൽകുന്നത് നയനമനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, മനസ്സിന് ഉന്മേഷമേകുന്ന ഒരു നിശബ്ദത കൂടിയാണ്. അത് ഇവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒന്നാണ്. ഇവിടുത്തെ വൃക്ഷങ്ങളും ഇലകളും എല്ലാം നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്ന് തന്നെയാണ്. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം അപ്പുറം പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരു അന്തരീക്ഷം. ഈ വനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നഗരത്തിലെ ആ ചൂടിൽ നിന്നൊക്കെ മാറി വളരെ കൂളായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നിബിഡ വനങ്ങൾക്കിടയിൽ ഒരു ക്ഷേത്രം, അതാണ് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലും വലിയ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം കാണാം. ചെറിയൊരു നടപ്പാതയാണ് അമ്പലത്തിലേക്കുള്ളത്. 50 ഏക്കറിൽ പരന്നു കിടക്കുന്ന വനമായതിനാൽ നമുക്കൊരിക്കലും ഈ വനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഇതിലൂടെയുള്ള നടപ്പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാനാകൂ. ഈ വനത്തിലെ ഓരോ വൃക്ഷങ്ങൾക്കും ഇതിൻ്റെ ഇലകൾക്ക് പോലും ദൈവ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റ മരങ്ങളും മുറിക്കുകയോ പുറത്തു കൊണ്ടുപോയി വിൽക്കുകയോ ഒന്നും ചെയ്യാറില്ല. എല്ലാ മരങ്ങളും മണ്ണിനോട് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. ഇലകളും മരങ്ങളും എല്ലാം മണ്ണിനോട് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജൈവസമൃദ്ധി ധാരാളമുള്ള മണ്ണ് തന്നെയാണ് ഇവിടുത്തെ. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതാണ് എന്നാണ് ഐതിഹ്യം. ഈ കാവിൻ്റെ ഉടമസ്ഥത അവകാശം നാഗഞ്ചേരി മനയ്ക്കായിരുന്നു. നാഗഞ്ചേരി മനയുടെ അനേകം കാവുകളിൽപ്പെട്ട ഒരു കാവായിരുന്നു ഇരിങ്ങോൾ കാവ്. എന്നാൽ ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി ഈ മനയുടെ ഉടമസ്ഥത അവകാശം ഗവൺമെന്റിന് കൈമാറേണ്ടി വന്നു. ഈ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980-ൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ മനയുടെ ഉടമസ്ഥതാവകാശം കൈമാറി. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഭാഗമാണ് ഇരിങ്ങോൾ കാവ്. ഇരിങ്ങോൾ എന്ന പേര് ലഭിച്ചതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. അസുര രാജാവായ കംസൻ അദ്ദേഹത്തിന്റെ സഹോദരിക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിയുകയും അങ്ങനെ സഹോദരിയായ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. 8ാമതായി ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച കംസൻ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും തെന്നി മാറി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ആ സ്ഥലത്തിന് ഇരുന്നോൾ എന്ന പേര് ലഭിക്കുന്നു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറുന്നു. ഇതാണ് ഈ അമ്പലത്തിന് പിന്നിലെ ഒരു ഐതിഹ്യം. സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നീ 3 ഭാവങ്ങളിലായാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. സുഗന്ധദ്രവ്യങ്ങളോ സുഗന്ധ പുഷ്പങ്ങളോ കാവിനകത്ത് ഉപയോഗിക്കാറില്ല. മുല്ലപ്പൂ ചൂടി വരുന്ന സ്ത്രീകൾക്ക് കാവിനകത്ത് പ്രവേശനമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിവാഹം, കെട്ടുനിറ, രാമായണ പാരായണം ഇതൊന്നും ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ് ഇവിടുത്തെ പൂജാ സമയം.
ഈ വനത്തിൽ അപകടകാരികളായ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള ജീവികളും ചെറിയ ചെറിയ അട്ടകളും കുറേ പക്ഷികളും എല്ലാം നമുക്കിവിടെ കാണാനാകും. അതിൻ്റെ സൗണ്ടുകളും എല്ലാം നമുക്ക് രാവിലെ വരുമ്പോൾ തന്നെ കേൾക്കാനാകും. ഇതുകൂടാതെ നിരവധി ഔഷധ സസ്യങ്ങളും പലതരത്തിലുള്ള ഔഷധ വൃക്ഷങ്ങളുടെ വേരുകളും എല്ലാം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയും. കാവിലേക്ക് വരാനുള്ള മറ്റൊരു വഴിയാണിത്. ഇതാണ് ഏറ്റവും മനോഹരമായ വഴി. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ടിനും എല്ലാം വേണ്ടി വരുന്നതും ഇവിടെയാണ്. ഈ വഴി വരുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം കാവിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഫോണിൽ മാത്രമേ നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. 50 ഏക്കറിൽ വരുന്ന ഒരു കാവും അതിനോട് അകത്ത് വരുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളും. അൻപത് ഏക്കർ വനത്തിനുള്ളിൽ വരുന്ന ഒരു കുളമാണിത്. ഈ കുളത്തിനും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. 400ഓളം ഔഷധ സസ്യങ്ങളുടെ വേരുകൾ ഈ കുളത്തിൽ വന്നടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ നിരവധി മത്സ്യങ്ങളും ഈ കുളത്തിൽ നമുക്ക് കാണാനാകും. കടുത്ത വേനലിൽ പോലും ഈ തീർത്ഥക്കുളം വറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമില്ലാത്തതിനാലാണ് ഇവിടെ സുഗന്ധപുഷ്പങ്ങൾ ഉപയോഗിക്കാത്തത് എന്നാണ് മറ്റൊരു വിശ്വാസം. ഇതുകൂടാതെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശർക്കരയാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക ഇവിടുത്തെ ഏറെ വിശേഷപ്പെട്ട ദിനമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും കൊണ്ട് ഇവിടെ മലിനമാക്കാതിരിക്കുക. സ്ഥലങ്ങൾ കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോവുക. മറ്റു തലമുറകൾക്ക് കൂടി ഇത് കാണാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനിയും മനോഹരമായ സ്ഥലങ്ങളിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ.